അങ്ങനെ ഞങ്ങളിത് ഇവിടെ അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ താഴത്ത് എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, നമസ്കാരം. ബേ ഓഫ് മില്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ടുപേരും കൂടിയിട്ട് ബുള്ളറ്റുമ്മേ അതിരപ്പള്ളി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എമി ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോകുന്നത്. എമി സ്കൂളിൽ പോയി ആ ഗ്യാപ്പിലൊന്ന് പോയിട്ട് വരണം. അപ്പോൾ എന്തായാലും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പണ്ട് നമ്മുടെ പൾസറൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ പോയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ആക്റ്റീവ് ആയിരുന്നു, പിന്നെ കുറേ കാലം ഇപ്പോഴാണ് ഒരു നമ്മുടെ ബുള്ളറ്റ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. എന്തായാലും അടിച്ചു പൊളിക്കാം. നല്ല നമ്മുടെ ബുള്ളറ്റും പോകുമ്പോഴുള്ള ഒരു ഫീലും അതേപോലെ തന്നെ ബൈക്ക് റൈഡ് ചെയ്യുമ്പോഴൊരു ഫീലൊക്കെ കൂടി ഈ റൈഡിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെയിലിൻ്റെ കാര്യം ഇങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു എത്ര സമയം എടുത്ത് വരുത്താനായിട്ട്? 1.25 മണിക്കൂർ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ വാട്ടർഫോളിൻ്റെ മെയിൻ വാട്ടർഫോളിൻ്റെ അവിടെ നിൽക്കുകയാണ്. നല്ല ചൂട്, സ്റ്റൈലായിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ചെറിയൊരു മൂടലുണ്ടെന്നുണ്ട് അല്ലേ? അവിടെ നോക്കുമ്പോൾ ഒരു മൂടൽ കാണാനുണ്ട്. നൈസ്. അപ്പോൾ ഞങ്ങൾ നടന്ന് കുറച്ച് ക്ഷീണിച്ചിട്ടൊന്നുമില്ല. നല്ല ക്ഷീണിച്ചവൻ അഭിനയിക്കാൻ വരും. കാരണം ഇനി വെയിൽ കണ്ടപ്പോഴേ ആൾക്ക് നല്ല വെയിലുണ്ട്. അധികം തിരക്കൊന്നുമില്ല. തിരക്കൊന്നുമില്ല. കുറേശ്ശെ ഫാമിലീസും കുറച്ച് അവിടെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു പള്ളിയേമ്മ ഇരിക്കുകയാണ് കേട്ടോ അല്ലേ? ഈ ഒരു പള്ളിയേമ്മ ഇരുന്നിട്ട് ഊഞ്ഞാലാടാം. ഞങ്ങൾ പണ്ട് വന്നപ്പോഴും ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഇരിക്കാറ്. നല്ല അടിപൊളി ഏരിയ കേട്ടോ. ഓക്കെ വെള്ളം ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. ഇവിടെ ഈ സൈഡിലും ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കാനാണ് ഏറ്റവും സുഖം ശരിക്കും പറയുമ്പോൾ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? കൊള്ളാം. അത്യാവശ്യം നല്ല വൈബ്രേഷൻ, ആവശ്യത്തിന് വൈബ്രേഷൻ ഉണ്ട്. അതിനറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതെ കുറേ നാളെ നമ്മളിങ്ങനെ വന്നിട്ടില്ല. ബൈക്കുമ്പോൾ ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ആദ്യമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാറിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും വാഴച്ചാൽ പോകുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് നേരെ ഏഴാറ്റുമുഖം പോയി അവിടെ നിന്ന് അങ്ങനെ പോവാണ്. എപ്പോഴും വാഴച്ചാലേക്ക് നമ്മൾ പോകാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വാഴച്ചാൽ പോകുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുക, നമ്മുടെ ഏഴാറ്റുമുഖം പോകണം. അപ്പോൾ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ ശരിക്ക് 5 മണി വരെയാണ് താഴത്തേക്ക് എൻട്രൻസ് ഉള്ളത്. പിന്നെ 50 രൂപയാണ് ഇതിൻ്റെ എന്താ പറയുക എൻട്രി ഫീസ്. അങ്ങനെ അപ്പോൾ ഞങ്ങളിത് ഇവിടെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി മെറിൻ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പേടിയാവുണ്ടാ? മുഖം കാണിച്ചേ. ഇതിങ്ങനെ
ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരാൾ വീണാൽ രണ്ടാളും കൂടി വീഴും, ഒരാൾ വീണാൽ രണ്ടാളും വീഴും. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ബാലൻസ് പോയി രണ്ടാളും വീഴും. പിന്നെ വീണാലും പ്രശ്നമില്ല, നമ്മളിത് ഇവിടെ വരെ പോവുള്ളൂ. അപ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്, ടെൻഷനില്ല. നോക്കി നടന്നോ. അത്യാവശ്യത്തിന് വഴുക്കലുണ്ട്, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി പാടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ ഇത്തിരി വെള്ളച്ചാട്ടത്തിൽ നല്ല രസത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഈ താഴത്തെ വിശേഷങ്ങൾ. അങ്ങോട്ടുള്ള പാത ചെങ്കുത്തായതും കല്ലുകൾ നിറഞ്ഞതുമാണ്. വേണ്ട ഇടുങ്ങി, അത്യാവശ്യം കുഴപ്പമില്ല. കുരങ്ങന്മാരാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫുഡ് കയ്യിൽ കണ്ട അപ്പം അവന്മാരെ അലക്കും, നമ്മളെ അറ്റാക്ക് ചെയ്യും. ദേവരത്തിന് ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ട കുരങ്ങൻ. പെപ്സി ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളാണല്ലോ അവർക്ക് പ്രിയം. നോർമൽ വാട്ടർ ബോട്ടിൽ കണ്ട അത്ര പ്രശ്നമില്ല. ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതേ കണ്ട ഗഡിമാൻ. ഇതെങ്ങോട്ട് താഴത്തേക്കുള്ള വഴികളാണ് ഈ കാണുന്നത്. ഇതങ്ങോട്ട് നമ്മൾ ഇറങ്ങി പോകുന്നത്. പോട്ടെ. അങ്ങനെ ഞങ്ങളിത് ഇവിടെ അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ താഴത്ത് എത്തിയിട്ടിരിക്കുകയാണ്. അടിപൊളി. അത്യാവശ്യം നല്ല വെയിലുണ്ടായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ കേരളത്തിൻ്റെ നയാഗ്ര വെള്ളച്ചാട്ടം. ഇവിടെ നടക്കൽ കുറച്ച് ടാസ്ക്കാണ്. എന്താണ് പന്തമ്പത്തം നിൽക്കണേ? വാ ഞാൻ പറഞ്ഞുതരാം. വെറും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് ഒരുതാണ്. ഒരു മാപ്പ് ഇട്ടിട്ടാ പോണേ. ഇവിടെ മാപ്പ് ഇട്ടിട്ട് ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്ന് പറയരുത് കേട്ടോ. അവസാനം അവനോട് വീഴുമ്പോ. പോട്ടെ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ പാറയമ്മ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ വരൻ അതിസാഹസികമായിട്ട് രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തി. സന്തോഷം, മുഖത്ത് പുഞ്ചിരി. ആവട്ടെ, മുഖം കാണുന്നില്ല. പോട്ടെ. യെസ്. അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ എത്തി.
അങ്ങനെ ഞങ്ങൾ കറങ്ങി 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 ഇവിടെ എത്തിയില്ലേ വരണേ വേർത്തു ശരിക്ക് നല്ല വെയിലുണ്ട് കണ്ണരിയുണ്ടോ അവിടെ കൺമശി കണ്ണീര് പോയിട്ട് കണ്ണരിയാണ് എന്തായാലും നൈസാണ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്താണ് വേറെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് താഴെ ഉറക്കെ പറഞ്ഞോ നല്ല കേൾക്കണോ ആ ഞാൻ അതിരപ്പള്ളിയിൽ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് ഈ താഴേക്ക് ഇറങ്ങണേ അടിപൊളി നല്ല വ്യൂ നല്ല രസമുണ്ട് അത് മിസ്സാക്കിയോ എന്നുള്ളൊരു വിഷമം മാത്രമേ അത് രസമുണ്ടല്ലോ അടിപൊളി സ്ഥലമാണ് ഇത് നമ്മളെ അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് പക്ഷെ നമ്മൾ വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല ഞാൻ പണ്ട് വരാറുണ്ട് നേരിന് ആദ്യമായിട്ട് വന്നേക്കണത് അല്ലേ സ്റ്റെപ്പ് ഇറങ്ങാനേ പാടില്ലേ ഞാൻ ചെരുപ്പിടാണ്ട് തന്നെ ഞാൻ ഇറങ്ങിയത് ഇവിടെ ആണോ ചെരുപ്പ് പ്രശ്നം ഷൂ വേണമെന്നാ പറയണേ ഷൂ ആയാലും ഞാൻ ചിലപ്പോൾ ഊരിട്ടാവും നടക്കാം ആണോ അതെ ഞാൻ മലയാറ്റൂരൊക്കെ പോകുമ്പോൾ ഞാൻ ചെരുപ്പിടാണ്ട് ഫുള്ള് മല ഓക്കെ എന്തായാലും സംഭവം കൊള്ളാം അടിപൊളിയാണ് രക്ഷയില്ല നല്ല നട്ടുച്ച സമയം ഓൾമോസ്റ്റ് 1 മണി നേരം എന്ത് സുഖാന്നറിയോ ഇവിടെ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്താ വെള്ളം എത്ര ആഴത്തിലെ വീണേന്നറിയോ അതിൻ്റെ ചൂടുണ്ടെങ്കിലും അറിയില്ല അങ്ങനെ ഞങ്ങൾ താഴത്തുനിന്ന് മുകളിലേക്ക് കയറി എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സ്പീരിയൻസ് താഴത്തേക്ക് ഇറങ്ങിയ സുഖം ഉണ്ടായിരുന്നില്ല മുകളിലേക്ക് കയറാനായിട്ട് എന്തായാലും മുകളിലേക്ക് എത്തി ഇനി ഭക്ഷണം കഴിക്കണം പശു കിടക്കുന്ന പോലെ ഉണ്ട് അല്ലേ വെള്ളപ്പാറ പോലെ അവിടെ എന്തോ ഉണ്ട് അവിടെ തന്നെയാണ് ഏടാറ്റമർദ്ദം പ്രകൃതി അപ്പോൾ ഞങ്ങളിതാ ഏറ്റുമുഖം പ്രകൃതി ഗ്രാമം
എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ വെയിലുണ്ട്, ഒന്നും പറയാതിരിക്കാൻ വയ്യ അല്ലേടി. നല്ല അടിപൊളി വെയിലാണ് കേട്ടാ. എന്ത് ചെയ്തിട്ടുണ്ട്? ഓ സൺസ്ക്രീൻ തേച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു, ഒരു ചെറിയൊരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. 70 രൂപ ഊണ് അല്ലേ. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അടച്ചിട്ടേക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഇവിടെ ക്ലോസ്ഡ് ആണ്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഞാൻ എൻട്രി പണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാറുന്നു, ക്ലോസ് ചെയ്തു. അപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. വേറെ വഴിയുണ്ടോ? ഇല്ല, എല്ലായിടത്തും അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഒരു കോഫി കുടിക്കുകയാണ്, മെറിൻ ഐസ്ക്രീം കഴിക്കുകയാണ്. ഈ ആറ്റുമുഖത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ ബിരിയാണിയും ശനി ഞായറും മറ്റു ഭക്ഷണങ്ങളും ഊണൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. എന്തായാലും ഇവിടെ വന്നാലേ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, അതൊരു ശോകമായി. അപ്പോൾ ചായ കുടിക്കട്ടെ. വേറൊരു ഡൗട്ട് പറയേ. എനിക്ക് ഡൗട്ടല്ല, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ വന്നിറങ്ങുമ്പോൾ ഇതാ മാസ്ക് വെച്ച് നടക്കണം, ഓരോ പെൺകുട്ടികൾ മാസ്ക് വെച്ച് നടക്കണം, കാണാണ്ടിരിക്കാനാണോ? അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടനും പണ്ട് ഇതുപോലെയൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ, പണ്ട് മാസ്ക് ഉണ്ടാവില്ല എന്നാലും പോയിട്ടുണ്ടാവുമല്ലോ, ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. അതിന് ഉത്തരം എന്ന് പറയുകയാണെങ്കിൽ പണ്ട് കൊറോണ ഉണ്ടായിരുന്നില്ല, ഈ മാസ്കിൻ്റെ ഒരു പരിപാടി നമുക്ക് അറിയണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് മാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഉത്തരം ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ 20 ആൾക്കാരൊക്കെ മാസ്ക് വെച്ചിട്ടാണ് വരുന്നത്, പ്രൊട്ടക്ഷൻ. കാരണം ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അതിലൊക്കെ മുഖം പെട്ടാലോ അല്ലേ. ഓക്കെ, എന്തായാലും കോഫി അടിപൊളിയായിരുന്നു. കോഫി കൊള്ളാം. ഓക്കെ, ഇനി നമുക്ക് ആ തൂക്കുപാലത്തിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് പറഞ്ഞേ? 20 രൂപ. 20 പിന്നെ ഒരു 10 രൂപ പാർക്കിങ്ങും, അങ്ങനെ 50 രൂപയാണ് നമുക്ക് ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തുമ്പുറുമൊഴിയിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. തുമ്പുറുമൊഴി പ്രകൃതി ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല. മീൻസ് ഈ പാലത്തിൻ്റെ അപ്പുറത്തെ തുമ്പുറുമൊഴിയാണ്, അത് വേറൊരു പാർക്കാണ് ഇതേപോലെ തന്നെ. അപ്പോൾ അടിപൊളിയാട്ടോ, നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന്, രക്ഷയില്ല. ഈ ബ്രിഡ്ജ് ഞാൻ പണ്ട് കണ്ടിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഇത് കൊള്ളാം, അടിപൊളി. ഇവിടെ കുളിക്കാൻ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, കണ്ട ആ ഒരു ഫെൻസിങ് കിട്ടിയതിൻ്റെ അവിടം വരെ നമുക്ക് കുളിക്കാം, അടിപൊളിയാണ്. അമ്മേ, എന്തായാലും സൂപ്പർ. ഇവിടെ നല്ലൊരു ശാന്തതയുണ്ട് അല്ലേ. നല്ല ബ്രിഡ്ജിട്ടാ, നല്ല രസം കാണാൻ, അടിപൊളി. ഓക്കെ, എന്തായാലും പുതിയ സംഭവങ്ങളൊക്കെ വെച്ചാണ്, നല്ല പുതുപുത്തനായിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ കൂടെ ഒരു വെള്ളം ഒഴുകി പോകുന്നുണ്ട്, കനാല്. മുകളിൽ അവിടെ വലിയൊരു മല, അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. അടിപൊളി അടിപൊളി അടിപൊളി. എന്താ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്, കൊള്ളാം, സൂപ്പർ. അത് തുമ്പുറുമൊഴി, ആ കാണുന്നതൊക്കെയാണ് തുമ്പുറുമൊഴി. നല്ല വെയിലുണ്ട്, നട്ടുച്ചയ്ക്ക് നട്ടപ്രാന്ത് പോലെയാണ് നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത്, രക്ഷയില്ല. അപ്പോൾ ഞങ്ങളിത് തുമ്പുറുമൊഴിയുടെ ഇപ്പുറ സൈഡ് എത്താറായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, വെയിലിന് കാഠിന്യം കുറഞ്ഞു അല്ലേ വരണേ? കുറഞ്ഞില്ലേ? എങ്ങനെയുണ്ട് ഇത്? ഈ പാലം ഇഷ്ടപ്പെട്ടോ? കൊള്ളാമല്ലേ? പക്ഷെ റോഡ് നല്ല മോശമായിരുന്നു. ഞാൻ പണ്ട് വന്നൊരു ഓർമ്മയിലാണ് ഞാൻ വന്നത്, അന്ന് അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വമ്പേ മോശം, പരാജയം.
ഇവിടെ നിന്നൊക്കെയുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ പൊളിയാട്ടാ, ഒരു രക്ഷയില്ലാട്ടാ. നല്ല പാറക്കെട്ടുകൾ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഉണ്ടോ അല്ലടി, നല്ല രസമുണ്ട് പാറകൾ കാണാനായിട്ട്. ഇവിടെ വെള്ളത്തിനധികം മൂവ്മെൻറ്റ് കുറവാണ്. ഒരു വെള്ളം കെട്ടി കലങ്ങി കിടക്കുന്ന വെള്ളം പോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പർ. ഇപ്പുറ സൈഡിൽ അത്ര നല്ല പോരാ, അപ്പോൾ അപ്പുറ സൈഡിൽ അടിപൊളി വ്യൂ. അവിടെ അങ്ങനെ വെള്ളം ലേക്ക് പോലെ അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇനി അടിയിലേക്ക് ഇറങ്ങിയിട്ട് അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഒത്തിരി ലോങ് ആണ് അറിയാം. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു നമ്മുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ. അപ്പോൾ ശരി, ഞങ്ങൾ വിടുകയാണ്. ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പോണ വഴിക്ക് വല്ല സ്ഥലം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ.